സൂപ്പർ സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾ, അടുത്ത വർഷം 2025 എഴുതുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഫെയിലായ കുട്ടികൾ, എങ്ങനെയാണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ച് പാസ്സാവാൻ വേണ്ടി എങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. ഒത്തിരി സമയമൊന്നുമില്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ അതൊന്ന് പറഞ്ഞു തീർക്കാം. നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങേണ്ടതൊക്കെ സമയമായിട്ടുണ്ട്. ഒത്തിരി കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട്, പലരും തുടങ്ങാത്തവരുണ്ട്, ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊത്തിരി കുട്ടികളും പല രീതിയിൽ കൂടെ ചിന്തിക്കുന്നത്. ചില ചോദിക്കുന്നത് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട്, സമയമുണ്ടല്ലോ അടുത്ത വർഷമല്ലേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലോ. അടുത്ത വർഷമാണെങ്കിലും ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയെങ്കിലേ നിങ്ങൾക്ക് സെക്യൂറായിട്ട് ജയിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇനി എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ എന്തൊരു വിഷമമായിരിക്കും. അതുകൊണ്ട് ഇത്തിരി മുന്നിൽ തന്നെ എത്തുക, എന്നെങ്കിലും ഇത്തിരി പുറകിലുള്ള മാർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റുള്ളൂ, ജയിക്കാനുള്ള മാർക്ക്. ഓക്കെ, ഇപ്പം നമുക്ക് 18 മാർക്കാണെങ്കിൽ നിങ്ങളൊരു 30 അല്ലെങ്കിൽ 35 മാർക്കിൻ്റെയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പോലും നിങ്ങൾക്ക് ഒരു 20-25 മാർക്ക് ഉറപ്പിക്കണം. ഞാൻ പറയുന്നത് 30 എന്നുള്ളത് 35 എന്നുള്ളതല്ല, ഒരു 50 മാർക്ക് പഠിക്കാനുള്ള എളുപ്പ വഴികളുണ്ട്. അത് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെ എന്തിനാ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ജയിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുണ്ടാവാൻ പാടുള്ളൂ. ഒരു രീതിയിലും ടെൻഷനോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാവരുത്. റിസ്ക് എടുക്കാനേ പാടില്ല. ഓക്കെ, ഉറപ്പിക്കുന്ന ആയിരിക്കണം നമ്മുടെ ഈ വർഷത്തെ പഠിത്തം. ഒരു രീതിയിലും നിങ്ങൾ റിസ്ക് എടുത്ത് കുറച്ച് പഠിച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കാം എന്നുള്ള മനസ്സുണ്ടെങ്കിൽ മാറ്റിയേക്കണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള 3 സബ്ജക്ട്സുകളാണ് ഇപ്പോൾ ഉള്ളത്. മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, അടുത്ത രാരാമനെ എല്ലാവർക്കും അറിയാവുന്ന കെമിസ്ട്രി. ഓക്കെ, ഇവനെയൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കും? പാസ്സാവാൻ വേണ്ടിയാണല്ലോ പഠിക്കുന്നത്, അല്ലാതെ ജസ്റ്റ് ഇനിയും ചുമ്മാതെ പോയി പരീക്ഷ എഴുതുക എന്നുള്ളതല്ല ജയിക്കുക എന്നുള്ളത്. നമുക്കിതിനകത്ത് മാത്സ് ഇപ്പോൾ +1 ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവരുണ്ട്, +2 ഇമ്പ്രൂവ്മെൻറ്റും എഴുതുന്നവരുണ്ട്. മീൻസ് 2 എഴുതുന്നവരും കാണാം. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും 2 എഴുതണമെന്നൊക്കെയാണ് പറയുന്നത്. പറ്റുന്നെങ്കിൽ നിങ്ങൾ 2 അങ്ങ് എഴുതിക്കോ, പിന്നെ 1 എഴുതിയാലും മതി എന്നാണ് നമ്മൾ അവിടുന്ന് ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ വിവരം. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ക്ലാരിറ്റി ആവും. എന്തായാലും ആപ്ലിക്കേഷൻ 2 കൂടി അയക്കുക. ഓക്കെ, 2 കൂടി അയക്കുക എന്ന് പറഞ്ഞാൽ +1 ഇമ്പ്രൂവ്മെൻറ്റും +2 സേയ്ക്ക് കൂടെ അങ്ങ് അയക്കുക കേട്ടോ. സേ എന്ന് പറഞ്ഞാൽ ആദ്യം സേ അല്ല, റെഗുലറുകാരുടെ കൂടെ എഴുതുകയാണ് ഇമ്പ്രൂവ്മെൻറ്റ്. എന്നിട്ടേ ഉള്ളൂ സേയിലോട്ട് പോകണമെങ്കിൽ പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്സ് ആകുമ്പോൾ നിങ്ങൾ എന്തായാലും എഴുതി പഠിച്ചിരിക്കണം. കാണുകയും വേണം, എഴുതി പഠിച്ചിരിക്കുകയും വേണം. ഏത്? മാത്സ്. അത് നിങ്ങൾ എന്തൊക്കെയാണോ ഉറപ്പിച്ച് പഠിക്കുന്ന ടോപ്പിക്സുകളിലെ പ്രോബ്ലംസുകൾ ഓരോന്നെടുത്തൊരു 2 ടൈംസ് എഴുതി പഠിക്കണം. 2, ഇത് നോക്കാതെയാണ് നിങ്ങൾ തീർക്കുന്നതെന്നുള്ളത് ഉറപ്പിക്കണം. അല്ല നോക്കി അങ്ങോട്ട് എഴുതി പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ നോക്കിയാണ് ഒരു തവണ എഴുതിയെങ്കിൽ 2 തവണ നോക്കാതെ എഴുതണം. 2 ടൈംസ് നോക്കാതെ എഴുതി പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ ഫെയിൽ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് കണ്ടു പഠിച്ചു, ഒന്ന് എഴുതി പഠിച്ചു, നോക്കാതെയും കൂടെ ഒരു തവണയെങ്കിലും നിങ്ങൾ നോക്കാതെ എഴുതി പഠിച്ചിരിക്കണം. ഓക്കെ, അതിന് മടി വിചാരിക്കരുത്. ഇനിയും ചെയ്യുന്ന വർക്കുകൾ ഞാൻ പറഞ്ഞു, ഒരു രീതിയിലും കുഴപ്പം മീൻസ് ഫെയിലാവാൻ പാടില്ല, നല്ല കറക്റ്റായിട്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എഴുതി പഠിച്ചിരിക്കണം. ആരെയാ? മാത്സ്. ഇനി അതിനകത്ത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകൾ എന്തായാലും നമുക്ക് എഴുതി പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എഴുതിയെങ്കിലേ പറ്റുള്ളൂ ജയിക്കാൻ. ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു 1.5 പേജ് 2 പേജോ അല്ലെങ്കിൽ ഒക്കെ കാണും, ഒരു 1.5 പേജെങ്കിലും കാണും. ഈ 1.5 പേജിലെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു വരുമ്പോൾ എന്തായാലും തെറ്റാൻ സാധ്യതയാണ്. അപ്പോൾ അത് തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എഴുതി പഠിക്കണം. നിങ്ങളിപ്പോൾ ഈ ചെയ്ത് അല്ലെങ്കിൽ കാണാതെ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല എക്സാമിന് വരുന്നത്, നമ്പറൊക്കെ മാറും. അപ്പോൾ ഈ നമ്പറൊക്കെ മാറിയാലും എനിക്ക് ചെയ്യാൻ അറിയാം എന്ന് ഉറപ്പിക്കണമെങ്കിൽ തന്നെ പഠിച്ച് ഉറപ്പിക്കണം. അപ്പോൾ 6 മാർക്കിൻ്റെ കുറഞ്ഞ് നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ, 2 എണ്ണം. എന്നെങ്കിലും അവിടെ നിന്ന് ഒരു 12 മാർക്ക് കിട്ടത്തുള്ളൂ. ഈ 12 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു കുറച്ചുകൂടെയൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കുന്നതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഉറപ്പിച്ച് പോകാൻ പറ്റും. 4 മാർക്സിൻ്റെയും 3 മാർക്സിൻ്റെയും അതിൻ്റെ അകത്തുനിന്നൊക്കെ 1 മാർക്ക് ക്വസ്റ്റൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ജയിക്കാനുള്ള രീതിയിൽ കൂടെ എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ മാത്സ്. അപ്പോൾ എഴുതിയും പഠിക്കണം, ഇനിയും ഇതൊന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞ ശേഷം പുതിയൊരു ക്വസ്റ്റൻ നിങ്ങളപ്പോൾ എന്തായിരിക്കും, ഒരു ക്വസ്റ്റൻ ചെയ്യുന്ന എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങ് നോക്കും. അതല്ല, അതേപോലത്തെ വേറെ ക്വസ്റ്റനോട് ഒന്ന് കണ്ടുപഠിക്കാം, ഒന്നുകൂടെ വേണം എഴുതി പഠിക്കാം. അല്ലാതെ നമ്മൾ ചെയ്ത് പഠിച്ച ഒരെണ്ണം പഠിച്ചിട്ടുണ്ട് അത് തന്നെ 2 തവണ എഴുതി ഓക്കെ എന്ന് വിചാരിക്കല്ലേ.
വേറെ ക്വസ്റ്റ്യൻ അതേ ടൈപ്പിലുള്ളതോടെ ചെയ്ത് പഠിക്കണം. ഓക്കെ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരെണ്ണം മാത്രം രണ്ട് നമ്മളെ പഠിച്ചു, ഇനി എക്സാമിന് വരും വേറെണ്ണം വന്നു, അയ്യോ എനിക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരെണ്ണം കൂടെ അതേ ടൈപ്പിൽ അങ്ങ് ചെയ്ത് പഠിച്ചേക്കണം. ഓക്കെ ആണല്ലോ. ഫിസിക്സ് എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രശ്നക്കാരനാണ്. ഇതിൻ്റെ അകത്ത് ഡെറിവേഷൻസ് ഉണ്ട്, ഡിറൈവ് ചെയ്യാനുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇതിൻ്റെ ഡെഫിനിഷൻ മാത്രം നിങ്ങൾക്ക് കാണാതെ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നത് ഡെഫിനിഷൻ മാത്രം, അല്ലാത്ത മുഴുവൻ നിങ്ങളെ എഴുതി ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ, ഡെറിവേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരുന്നതിന് നിങ്ങൾ 2 തവണ നോക്കാതെ ഉറപ്പിച്ച് പഠിച്ചിരിക്കണം. കാരണം എവിടെയെങ്കിലും തെറ്റിയാൽ അവർ മുഴുവൻ വെട്ടിക്കളയും. കാരണം ഡെറിവേഷൻ അല്ലെങ്കിൽ പിള്ളേരെല്ലാം കാണാതെ പഠിക്കുന്നതാണെന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. അപ്പം നിങ്ങളിപ്പോൾ ഏതെങ്കിലും സ്റ്റെപ്പിൽ എന്തെങ്കിലും തെറ്റി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് കാണാതെ പഠിച്ചതിൻ്റെ പേര് ശരിയാകും. അപ്പോഴേ ടീച്ചർക്ക് മനസ്സിലാവും ഇവൻ പണി പറ്റിച്ചാന്ന്. അതുകൊണ്ട് നിങ്ങൾ അത് എഴുതി പഠിക്കണം തെറ്റാതെ. ഇപ്പം ഡെറിവേഷൻസുകൾ കുറേയുണ്ട്, അതെല്ലാം നിങ്ങൾ എഴുതി പഠിച്ചിരിക്കണം. രണ്ടാമത് പ്രോബ്ലംസുകളും എഴുതി പഠിച്ചിരിക്കണം. ഓക്കെ, ഉറപ്പായിട്ടും പ്രോബ്ലംസുകളെയും എഴുതി പഠിച്ചിരിക്കണം തെറ്റാതെ. അത് നിങ്ങളുടെ ഒരു കളക്ഷൻ വേണം, എല്ലാ ക്വസ്റ്റ്യൻസോടും ഉൾപ്പെടെ. ലാസ്റ്റിൽ കെമിസ്ട്രി വളരെ കുറച്ച് എഴുതി പഠിച്ചാലും മതി. നിങ്ങൾ വായിച്ച് പഠിക്കാനുള്ള ക്ഷമ കാണിക്കണം. കുറേ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. നിങ്ങൾ അതുകൊണ്ട് എഴുതി പഠിക്കുന്നത് കുറച്ചാലും കുഴപ്പമില്ല, ഉറപ്പായിട്ടും വായിച്ച് പഠിച്ചിരിക്കണം. ഓക്കെ, കെമിസ്ട്രിയുടെ കാര്യത്തിൽ കൂടുതൽ അത് മതി, എഴുതുന്നത് വേണ്ട കൂടുതൽ കേട്ടോ. പക്ഷെ ഒത്തിരി ടൈം ഇതിനെ സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ ആ ഡെഫിനിഷനും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കണ്ട് പിന്നെ റിയാക്ഷൻസുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, ഏറ്റവും കൂടുതൽ എഴുതി പഠിക്കേണ്ടത് മാത്സ്, സെക്കൻഡറി ഫിസിക്സ്, എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ മാത്സ് പഠിക്കണം, സെക്കൻഡ്ലി ഫിസിക്സ്. അത്രയും കുറേ വേണമെന്നില്ല കെമിസ്ട്രിക്ക്. ഓക്കെ, നിങ്ങൾ കൂടുതൽ വായിക്കും, പക്ഷേ അത് കാണണം, കുറേ ടൈം അതിനെ സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ കണ്ട് 1-2 ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ എഴുതി പഠിക്കണമെന്നില്ല ഞാൻ പറയുന്നു. പിന്നെ എഴുതണമെന്നുള്ളവർക്ക് മറന്നു പോകുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അത്രയും മതി. ഈ രീതിയിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാസ്സാവുന്നതിന് ഒരു സംശയം വേണ്ട, അവനെ ഉറപ്പിക്കാം. ഓക്കെ, ഇങ്ങനെ ഉറപ്പിച്ചില്ലെങ്കിലുള്ള ഒരു വിഷമം ആലോചിക്കുകയും അടുത്ത വർഷം ഇത് കഴിഞ്ഞിട്ട് ഇതേ സ്ഥിതിയിലായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആവരുത്, റിസ്ക് എടുക്കരുത്. ഓക്കെ, നമുക്കിതിന് 3 ക്ലാസ് നമ്മൾ തരുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള നോട്ട്സുകളും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും കൃത്യമായിട്ട് തന്ന് ക്ലാസ്സും തന്ന് എല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് ഒരു കുട്ടിക്ക് ജയിക്കേണ്ട എല്ലാ കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുന്ന പോലെ അങ്ങ് ചെയ്തു പോയാൽ മതി കേട്ടോ. വലിയ പാടെന്നുള്ളതല്ല, മുഴുവൻ പഠിക്കാതെ ഫുൾ മാർക്കിൽ എത്തിക്കാനുള്ള വഴിയാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പിച്ച് ജയിക്കുക അല്ലെങ്കിൽ ഡബിൾ പാസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല പഠിക്കുക. മാക്സിമം നിങ്ങൾ ഇതൊന്ന് ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ഒത്തിരി കുട്ടികളുടെ ആവശ്യക്കാർ ഒന്ന് എത്തിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.